നിങ്ങൾക്ക് എം.ആർ. അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറയുന്ന ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാനത്തെ ഭരണകക്ഷിയിലുള്ള ഒരു എം.എൽ.എ നിരന്തരം എം.ആർ. അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അത് ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് നൽകുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു. പി.വി. അൻവറും മാധ്യമങ്ങളും തമ്മിൽ ചിരകാല ബന്ധുത്വമുള്ള അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ പി.വി. അൻവർ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുന്നു. എം.ആർ. അജിത് കുമാറിനെ കൊലപാതകിയെന്നും കൊള്ളക്കാരനെന്നും വിളിക്കുന്നു. ആരെയാണ്? സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ എം.എൽ.എ കൊലപാതകി, കൊള്ളക്കാരൻ, കൊടും ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം DGP പോലീസുകാർക്ക് നൽകിയ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ അന്വേഷണം, അദ്ദേഹത്തിനെതിരെ ആരോപണമുള്ള വിഷയത്തിൽ അദ്ദേഹത്തിലൂടെ തന്നെ ഫയൽ പാസ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നമാകുന്നത്? അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു പ്രശ്നവുമാകാതെ പോകുന്നത് എങ്ങനെയാണ്? മാധു, അതുതന്നെയാണ് പ്രബുദ്ധമായ കേരളം ഉയർത്തുന്ന ചോദ്യം. അൻവറിൻ്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? അടിമുടി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണരംഗം പങ്കിലമായിരിക്കുന്നു. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാകുന്നു. ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കേണ്ടവരും എന്തിനോ ഭയന്നുകൊണ്ട്, ആർക്കോ അടിപ്പെട്ടുകൊണ്ട് അവർ ഓടി ഒളിക്കുന്നു. നോക്കൂ, എന്തൊക്കെയാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ക്രിമിനലാണെന്നും അദ്ദേഹം പ്രൊഫഷണലി എക്യുപ്ഡായ ഒരു കുറ്റവാളിയാണെന്നും എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നുമുള്ളത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA വിളിച്ചു പറയുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് DGP ഇട്ട ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട്, ഒരുപക്ഷെ പ്രോട്ടോക്കോളിൻ്റെ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം, അത് ചോദ്യം ചെയ്യാൻ ഇത്രയും കാലമായിട്ട് DGPക്ക് കഴിയുന്നില്ല. DGPയും ഇവിടെ ഒരു അർത്ഥത്തിൽ സംശയത്തിൻ്റെ നിഴലിലാണോ? നോക്കൂ, നാം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടതും കേട്ടതും ഏതൊരാളുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ഫോൺ കോൾ ചോർത്തുക എന്നുള്ളത്. ഒരു MLA പരസ്യമായിട്ട് പറയുന്നു, ഞാൻ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെയുമായിട്ട് പോലീസിന്റെ കൈകളിലുള്ള അതീവ രഹസ്യ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. നാം ഇവിടെ കേരളം ഉയർത്തുന്ന ഒരു ചോദ്യം, സ്വാഭാവികമായിട്ടും ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിനെ ഭയക്കുന്നത് പോലെ അദ്ദേഹത്തെ പോലും ഇന്ന് ഭയക്കെട്ട് നടപടിയെടുക്കാൻ ഭയക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പും DGPയും മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകണം. ഒന്ന്, ഇത്തരത്തിലൊരു വ്യക്തിയുടെ ഫോൺ കോൾ ചോർത്തിയ MLAക്കെതിരെ എന്തെങ്കിലും നടപടികൾ തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? എന്തുകൊണ്ട് നടപടികൾ എടുക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല ചരിത്രമൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് അദ്ദേഹം ശ്രമിക്കുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കേസുകൾ അന്വേഷിപ്പിക്കാനുള്ള എന്തോ ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിലുള്ളത് നമുക്ക് അപമാനകരമല്ലേ? അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോളുകളും സ്വകാര്യ വിവരങ്ങളും ഉണ്ടെങ്കിൽ മാമി കേസ് ഉൾപ്പെടെ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജിഫ്രിയുടെ കേസുകൾ ഉൾപ്പെടെ തൻ്റെ ഇംഗിതത്തിനൊത്തും തൻ്റെ ആഗ്രഹത്തിനൊത്തും താൻ നയിക്കുന്ന പാതയിലൂടെ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കൈവശം രേഖകൾ ഉണ്ടാകുമില്ലേ? കേരളത്തിലെ DGPയോടുള്ള ചോദ്യം, ആഭ്യന്തര വകുപ്പിനുള്ള ചോദ്യം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവുകളോ നടപടികളോ കേരളത്തിലെ പോലീസ് സേനയിൽ നിന്നും ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിട്ടുണ്ടോ? ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രേഖകളാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കൈകളിൽ ഇത് ചോർത്താനുള്ള സംവിധാനമുണ്ടോ? അതല്ല, കേരളത്തിലെ പോലീസിലെ ഇപ്പോഴുള്ള മറ്റു പല ഉന്നതരുടെയും സഹകരണമില്ലാതെ അത്തരം രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശം കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ പോലീസുകാർക്കും ഈ പാതകത്തിൽ പങ്കില്ലേ? അദ്ദേഹത്തിന്റെ കൈകളിലെ രേഖകൾ വെച്ച് നാളെ ഒരു ഉദ്യോഗസ്ഥൻ ഏത് കേസ് അന്വേഷണത്തിന് വന്നാലും ഇന്ന് അദ്ദേഹം ചെയ്യുന്ന മാതിരിയിൽ ഞാനിത് പുറത്തുവിടും, ഞാൻ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ കേൾക്കുന്ന എന്താണ്? നേരത്തെ മലപ്പുറത്തുണ്ടായിരുന്ന SP അദ്ദേഹത്തിന്റെ കാല് പിടിക്കുകയാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക താല്പര്യം മൂലം അതിന് തള്ളിക്കളയുന്നു. മാധു, ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ
DGPയും അന്വേഷിക്കണ്ടേ? MLA-യിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും പ്രിവിലേജുകൾ, അധികാരങ്ങൾ അൻവറിനുണ്ടോ? അൻവറിലുള്ള കൈവശമുള്ള രേഖകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും പോലീസിനകത്തുള്ള രഹസ്യരേഖകളും നാളെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ലേ? ഒരു DGPയും ADGPയും SP-യും അല്ലെങ്കിൽ ASP-യും ഉദ്യോഗസ്ഥന്മാരും ഈ തരുണത്തിൽ കേരളത്തെ മുഴുവൻ ഒരു പമ്പരത്തിന്റെ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പും DGPയും കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും എല്ലാം ഉറങ്ങുകയായിരുന്നുവോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. വളരെ കരുതി കൂട്ടിയും ആസൂത്രണം ചെയ്തുമുള്ള ഒരു കൊലപാതകമായിരുന്നു ജിഫ്രിയുടേത്. വ്യാജ FIR ഉണ്ടാക്കി. മരിക്കുന്നതിന്റെ മുമ്പ് 19 മുറിവുകൾ, മരണപ്പെട്ടതിന് ശേഷം 2 മുറിവുകൾ. അത് അന്വേഷിച്ച ഫോറൻസിക് വിദഗ്ധൻ TP ഹിതേഷ് പറഞ്ഞിരിക്കുന്നു, എന്നെ കാണാൻ ASP വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് എന്താവശ്യപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹത്തിന് ജീവഭയമുണ്ട്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ അടിമുടി നമ്മളിപ്പോ വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭരണകൂടത്തിന്റെ ഭാഗമായ ഒരു MLA-യും അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനൊത്ത് പോലീസ് സേനയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പോലീസിലെ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരും പോലീസിലെ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പങ്കിടമാക്കപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ കേരളത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണിപ്പോ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു DGPക്ക് തന്റെ കീഴിലുള്ള ഒരു SP-യെയും കമ്മീഷണറെയും അദ്ദേഹം ഇട്ട ഒരു ഉത്തരവ് അതിന് പുല്ലുവില കൽപ്പിച്ച് കൊടുത്തിട്ട് നാളെ ഇതുവരെയായിട്ടൊരു നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും നമ്മൾ സംശയത്തോടെ കാണേണ്ടേ? ഈ രേഖകളെ കുറിച്ച് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേ അന്വേഷണം MLA-ക്കെതിരെയും ബാധകമല്ലേ? രേഖകൾ മോഷ്ടിക്കുന്നത് മനുഷ്യന്റെ ഫോൺ കോളുകളെ സ്വകാര്യതയിലേക്ക് കടന്നു കയറ്റമാണെന്ന് സുപ്രീം കോടതി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഇവിടെ പറഞ്ഞ ഒരാളുടെ പേരിൽ നടപടിയെടുക്കാൻ കേരളത്തിലെ പോലീസിനും ഭരണകൂടത്തിനും കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമാണ്. കേരളം എത്തിയിരിക്കുന്ന ക്രമസമാധാന രംഗത്തെയും ഭരണവർഗത്തിലെയും അഴിമതിയും കഴിവുള്ളവർക്ക്